ഇസ്രായേലിനെതിരെ ദില്ലിയിൽ പ്രതിഷേധം. ജന്തർ മന്ദറിൽ ഇടത് പാർട്ടികളാണ് പ്രതിഷേധിക്കുന്നത്. സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബി, ഡി രാജ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നു. വിവരങ്ങളുമായി ആദിൽ പാലോട്, പ്രതിഷേധം തുടങ്ങിയോ? പ്രതിഷേധം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ CPI ജനറൽ സെക്രട്ടറി ഡി രാജ സംസാരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകുന്നുണ്ട്. ജന്തർ മന്ദറിലാണ് ദില്ലിയിൽ പ്രതിഷേധം നടത്തുന്നത്. ഇസ്രയേലിനെതിരെയുള്ള പ്രതിഷേധമാണ്. പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രയേൽ തമ്മിലുള്ള പലസ്തീനിൽ അധിനിവേശം നടത്തുകയാണെന്ന് ആരോപിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. ഇന്ത്യ സർക്കാർ ഇസ്രയേലുമായുള്ള സഹകരണം അവസാനിപ്പിക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇടത് പാർട്ടികൾ ഉയർത്തുന്നുണ്ട്. CPI, CPIM, CPIML, AIFP, RSP, CGPI എന്നിങ്ങനെയുള്ള ഇടത് പാർട്ടികളാണ് പ്രതിഷേധം നടത്തുന്നത്. നമുക്ക് എം എ ബേബിയുടെ ദൃശ്യങ്ങൾ കാണാം. ഈ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കഫിയ ധരിച്ചാണ് എം എ ബേബി സമരത്തിനെത്തിയിരിക്കുന്നത്. CPIയുടെ ജനറൽ സെക്രട്ടറി ഇപ്പോൾ സംസാരിക്കുന്നു. അങ്ങനെ ഇടത് പാർട്ടികളുടെ ദേശീയ നേതാക്കൾ എത്തിയുള്ള പ്രതിഷേധമാണ്. ഈ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യണം എന്ന ആവശ്യം ഉയർത്തി പ്ലക്കാർഡുകൾ ഇവിടെ ഉയർത്തിയിരിക്കുന്നത് നമുക്ക് കാണാനാകുന്നുണ്ട്. ഏതായാലും ജന്തർ മന്ദറിലാണ് ഈ പ്രതിഷേധം ഇപ്പോൾ തുടരുന്നത്. സുജയ, ഇപ്പോൾ ഇറാനും ഇസ്രയേലുമായി സംഘർഷം നടക്കുമ്പോൾ തന്നെ മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് ഇസ്രയേൽ തെമ്മാടി രാഷ്ട്രം എന്നുള്ളതാണ്. ആ സമീപനം തന്നെയാണ് ഇടത് പാർട്ടികൾക്ക് ആകെ തന്നെ ഇന്ത്യയിലുള്ളത്. ഇന്ത്യ ഇസ്രയേലുമായുള്ള സഹകരണം അവസാനിപ്പിക്കണം, പരസ്പര സഹകരണവും സഹായവും അവസാനിപ്പിക്കണം എന്നുള്ളതാണ് അല്പം മുമ്പ് ഡി രാജ ആവശ്യപ്പെട്ടത്. പൊതുവിൽ ഇടതു പാർട്ടികൾ ആ ഒരു നിലപാടിലേക്ക് എത്തുന്നു. വലിയ തോതിൽ പ്രതിഷേധം ഈ രാജ്യവ്യാപകമായി സംഘടിപ്പിക്കും എന്നുള്ളതുകൂടി ഇവിടെ അറിയിക്കുകയാണ്. ഏതായാലും ഇപ്പോഴും ജന്തർ മന്ദറിൽ സമരം തുടരുകയാണ്. ഇടതു പാർട്ടികളുടെ സമരമാണ് ഇസ്രയേലിനെതിരെ. പലസ്തീനിൽ അധിനിവേശം നടത്തുന്ന ഇസ്രയേലിനെ അവരുടെ കാടൻ നയങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. പ്ലക്കാർഡുകൾ ഉയർത്തി പ്രവർത്തകർ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമുക്ക് കാണാനാകുന്നുണ്ട്. ഏതായാലും സമരം ഇപ്പോഴും തുടരുകയാണ്. സുജയ്, വിവരങ്ങൾ നൽകിയത് ആദിൽ പാലോടാണ്. ജന്തർ മന്ദറിലാണ് പ്രതിഷേധം നടക്കുന്നത്.